ഹലോ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളുടെ മലേഷ്യയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റൂം ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പെട്ടിയും പ്രമാണമൊക്കെ പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു വ്യൂ വീണ്ടും കണ്ണിലുടക്കിയത് കേട്ടോ. എന്തൊരു ഭംഗിയാണെന്ന് പറയാം ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. എത്ര നോക്കിയാലും മതിയാവില്ല. ശരിക്കും പറഞ്ഞാൽ കണ്ണിൽ കാണുന്ന ആ ഒരു വൃത്തിക്കുണ്ടല്ലോ എന്തായാലും ഈ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ സ്റ്റേ ചെയ്ത റൂമിനോട് നമ്മളിന്ന് വിട പറയാണ്. അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള നല്ല നീറ്റായിട്ടുള്ള റൂം എന്നിട്ട് ഞങ്ങളത് പോകുമ്പോൾ ആകെ താറുമാറാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. റൂമിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ വ്യൂ ആണിത്. ട്വിൻ ടവറും KL ടവറും ഒക്കെ കാണാം കേട്ടോ. ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. നമ്മൾ രാത്രിയൊക്കെ ഉണ്ട് ഇതിൻ്റെ ശരിക്കുള്ള ഭംഗി. രാത്രിയിൽ ഇവിടുന്ന് നോക്കുമ്പോഴൊരു വ്യൂ എൻ്റെ അമ്മോ ഒരു രക്ഷയില്ലാത്ത കിടിലൻ വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ പതിവ് പോലെ ചെക്കൗട്ട് ചെയ്ത് ബസ്സിലെത്തി നമ്മളെ ലഗേജൊക്കെ ഒന്ന് കൂടെ ഉണ്ടായിരുന്നു. ലഗേജൊക്കെ ബസ്സിൻ്റെ ബാക്കിലുള്ള ഡിക്കിയിൽ വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ചെയ്യുന്നു കേട്ടോ. ചോക്ലേറ്റ് ഫാക്ടറിക്ക് കയറുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഓരോരോ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് തരും. അവിടേക്കുള്ള എൻട്രി ആയിട്ടോ എന്താ ഇതിൻ്റെ ഉദ്ദേശം എന്നറിയാം. പക്ഷെ നമ്മളോട് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആ സ്റ്റിക്കർ കാണിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ കയറി ഉടനെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കയ്യിൽ നിന്നൊക്കെ ഇരന്ന് വാങ്ങി തിന്നിട്ടുണ്ട് ചോക്ലേറ്റ്. ആദ്യം പറഞ്ഞ ആൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി മറ്റേ ആൾ പിന്നെ ഇംഗ്ലീഷിൽ നോ ക്യാമറ എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞതും അത് തന്നെ ആയിരുന്നു എന്ന് മനസ്സിലായി. അവിടെ വീഡിയോ ഷൂട്ടിംഗ് അലൗഡ് അല്ല. പക്ഷെ നമുക്കിതൊക്കെ വീണ്ടും കാണാനുള്ളൊരു ത്വര കൂടുതലുള്ളതുകൊണ്ട് അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി. ആദ്യം ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഇറങ്ങിയ ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ആ സെയിം ഹോട്ടലിൽ നിന്ന് സെയിം സ്ഥലത്തു നിന്നാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ചത്. നമ്മൾ ഇറക്കിയത് അവിടെ നമുക്കവിടെ എവിടെയെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ഹോട്ടലിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യം കഴിച്ച ആ സ്ഥലത്ത് തന്നെയാണ് കഴിച്ചത്. റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. കാരണം ഇത് ഓരോ കടയിൽ എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ലല്ലോ. അന്നത്തെ നമുക്ക് നല്ല ഫുഡ് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങളായിട്ട് അഴിച്ചു വിട്ടിരിക്കുന്നു. ഈ ടൂറിന് കൊണ്ടുപോകുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്തെത്തിയിട്ട് ഇന്ന സമയത്തിനുള്ളിൽ തിരിച്ചെത്തണം എന്നൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ട് ഒറ്റ വിടൽ വിട്ടൊക്കെയായിരുന്നു. നേരെ റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൊലാലംപൂർ സിറ്റിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഞങ്ങൾ പോണത്. ഫോൺ എങ്ങനെ പിടിക്കേണ്ടെന്ന് പോലുള്ള ഐഡിയ അല്ലേ, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എടുക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് വീഡിയോസ് കിട്ടണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. ആയിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പക്ഷെ നമ്മളെ നാട്ടിലെ പോലെ ഒന്നുമില്ല, ഭയങ്കര മര്യാദയാണ്. ആൾ ക്രോസ് ചെയ്യുന്നത് കണ്ടാൽ ഒരൊറ്റ വണ്ടി അവിടെ നിന്ന് അനങ്ങൂല. പിന്നെ ആൾക്കാരും അത്യാവശ്യം നല്ല മര്യാദ ഉള്ള ആൾക്കാരാണ്. സീബ്ര ലൈനിൽ കൂടെ അല്ലാതെ അവരാരും റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കണില്ല. അങ്ങനെ നമ്മൾ കൊലാലംപൂർ സിറ്റിയിലുള്ള സെൻട്രൽ മാർക്കറ്റിലാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബ്രഞ്ച് അവിടെ നിന്ന് ആവാന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ആദ്യം കയറിയ ഹോട്ടലിൽ നിന്ന് ലൈറ്റായിട്ട് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു ചായയും ഒരു സ്നാക്കും മാത്രം. അവിടെ കയറി നോക്കിയപ്പോൾ അവിടെ നമ്മളെ മറ്റേ മിഠായി തെരുവ് ഒരു 10 കൊണ്ടുവന്ന് വെച്ച പോലെ ഉണ്ട്. ഒരുപാട് ഷോപ്പിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഡേ മെയിനായിട്ട് ഷോപ്പിംഗ് തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഷോപ്പിംഗ് ഒന്നും നമ്മളെ പ്ലാനിലേ ഇല്ലാത്ത കാര്യമായതുകൊണ്ട് നമ്മൾ അവിടെ കുറേ നേരം കറങ്ങി അടിച്ച് നടന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓരോരോ സാധനങ്ങൾ വാങ്ങി കഴിച്ച് കാണാത്ത ഓരോരോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ബഡ്ജറ്റ് വളരെ കുറവായതുകൊണ്ട് അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ബൊക്കത മറ്റേ വൂളൻ നൂല് കൊണ്ടുണ്ടാക്കിയ സംഭവം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കുഞ്ഞു ഉടുപ്പൊക്കെ ഉണ്ടാക്കണ ആ ഒരു സംഭവമാണ്. പിന്നെ അവിടെ ഇങ്ങനെ തേരാപ്പാര നടക്കൽ തന്നെയാണ് പണി. പ്രത്യേകിച്ചൊരു പണിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബാക്കിൽ ഇങ്ങനെ മറ്റാൾ നടന്ന് വീഡിയോ എടുത്തും തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വ്ളോഗ് ഇടാനുള്ളതാണ്, വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് വെറുപ്പിച്ചിട്ട് പാവം കുറേ പിന്നാലെ നടന്ന് കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നിട്ടാ. ഇവിടെ പക്ഷേ ഒറിജിനൽ സാധനങ്ങളെക്കാട്ടി കൂടുതൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചില സാധനങ്ങളൊക്കെ നമ്മൾ ഒറിജിനലാണെന്ന് വിചാരിച്ച് തൊട്ട് നോക്കാൻ പോകുമ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. പിന്നെ കുറേ ഇതുപോലത്തെ ഓരോരോ നമ്മളെ നാട്ടിൽ കാണുന്ന ഓരോ കുരുകളും ഈ മറ്റേ സംഭവം ഉണ്ടല്ലേ ഈ ഈന്തപ്പഴം ഈന്തൻ്റെ എന്തോ ഒരു സംഭവം കണ്ടാൽ നല്ല ചുവന്ന പോത്തിറച്ചി വെട്ടി വെച്ചാൽ തോന്നും. പക്ഷേ അത് സാധനം പ്ലാസ്റ്റിക്കാണ്. പിന്നെ ഉള്ളിത്തണ്ടും വെളുത്തുള്ളിയും ഈ പറഞ്ഞ സാധനം വലിയ വാങ്ങല അഞ്ച്
എത്ര എളുപ്പം ഉണ്ടാവും. കുട്ടികളെ പോലെ തെണ്ടി നടക്കണ്ടേന്നിട്ട് അതൊക്കെ നമ്മുടെ ടീംസിലുള്ള ആൾക്കാരാണ്. എല്ലാവരും എല്ലാ സ്ഥലത്തേക്കും സ്പ്ലിറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു ടൈം പറഞ്ഞിട്ട് ഇന്ന് 3 മണിയാകുമ്പോഴത്തേക്ക് ബസ് നിർത്തിയിട്ട് സ്ഥലത്തേക്ക് എത്താന്ന്.
അവിടെയുള്ള ഓരോ സാധനങ്ങളും നോക്കി തൊട്ട് തലോടി അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞ് പിന്നെ നല്ല വിശക്കണ സമയം വന്നപ്പോൾ നമ്മൾ ഫുഡ് കോർട്ട് പോയി നോക്കിട്ടോ. നമ്മളെ കൂടെയുള്ള കുറേ ആൾക്കാർ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ? തസ്കരവീരൻ പടാണ് ഓർമ്മ വരുന്നത് കേട്ടോ. കുറേ മുഖംമൂടിയും കാര്യങ്ങളും, കുറേ കല്ല് കൊണ്ടും ചിരട്ട കൊണ്ടും ഐറ്റംസ്, അങ്ങനത്തെ കുറേ കരകൗശല സാധനങ്ങളാട്ടോ കൂടുതൽ. അപ്പൊ ആ ഒരു സെക്ഷനിൽ ഞാൻ കുറെ നോക്കി. എനിക്ക് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളിലോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കി തലോടി നോക്കി വല്ലാണ്ട് കളിക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല. അവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോ പർപ്പസിന് മാത്രമാണ് കയറിയത്. മൂപ്പർക്ക് നമ്മളെ കണ്ടപ്പോഴേ മനസ്സിലായാണ് ഇവരൊന്നും വാങ്ങിക്കാൻ കയറിയല്ലെന്ന്. അപ്പൊ അയാൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നമ്മളവിടെ നിന്ന് തീരണത്. പക്ഷെ നമ്മൾ കുറച്ചു നേരമൊക്കെ അവിടെ അങ്ങനെ നോക്കിയിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ കാണാൻ മാത്രമല്ല, ഓരോ സാധനത്തിനും ഓരോ പ്രത്യേകത ഉണ്ടായിരുന്നു. അങ്ങനെ വല്ലാണ്ട് നോക്കിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിച്ചു. നമ്മളെ ടീംസിലുള്ള ഓരോരുത്തർ ഓർഡർ ചെയ്ത എല്ലാ ഫുഡ്സും ഞങ്ങൾ നിരങ്ങി എല്ലാം കൈയിട്ട് വാരി തിന്നണ പണി എന്നിട്ടോ. ഞങ്ങൾ +2 ടൈമിൽ ഞാനും ഹസ്ബൻഡും ഇതുപോലെ എന്നിട്ടോ. ഫ്രണ്ട്സൊക്കെ ഫുഡ് കൊണ്ട്, ഞങ്ങൾ അധികം ദിവസം ഫുഡ് കൊണ്ടാകും എല്ലാവരെയും ഇങ്ങനെ കൈയിട്ട് വാരി തിന്ന് ആ ഒരു വൈബ് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടോ ഈ ഒരു ട്രിപ്പിൽ. കാരണം ഞങ്ങളെ കൂടെ ഉള്ള ആൾക്കാർ അത്രയും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം അവർ ഓരോ സാധനങ്ങൾ ഫുഡ് വാങ്ങി വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു കളിച്ച് നടക്കുമ്പോൾ ഞങ്ങൾ രണ്ടിനെയും മാടി വിളിക്കും. ഇവരൊക്കെ ഫാമിലി ആയിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ ഫുഡ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വല്ലാണ്ട് എക്സ്പെൻസ് പൊട്ടിയിട്ടില്ല. ഇവരെ കയ്യിൽ നിന്നുള്ള ഓരോ സാധനങ്ങൾ വാങ്ങി കഴിച്ച ഏകദേശം വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലൈറ്റ് ആയിട്ട് ഓരോന്ന് കഴിച്ചാണ്ട് കേട്ടോ. ഫോണൊക്കെ തിരിഞ്ഞു പോയിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ. എന്തായാലും ഞാൻ ഇങ്ങനെ ഇവിടെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം നമ്മളെ കൂടെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് വാങ്ങി അതേ സാധനം നമ്മളെ കൊണ്ടും എന്താ പറയാ, അവര് ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് നമ്മളെ പിടിച്ച് വെച്ച് നമുക്ക് പരിചയം പോലില്ല. ആകെ ഒരു 3-4 ദിവസത്തെ പരിചയമുള്ള ആൾക്കാരാണ്. നമ്മൾ വിളിച്ച് വരുത്തി നമുക്ക് എല്ലാ ഫുഡും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 1-2 ഐറ്റംസ് നമ്മൾ വാങ്ങിക്കും, ഇത് കഴിക്കും. ഇത് പലരും പല ടൈപ്പ് സാധനങ്ങൾ വാങ്ങി അതൊക്കെ നമുക്ക് കഴിക്കാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. വെരി താങ്ക്സ്. ഒരു ഈ വീഡിയോ കാണുന്നൊന്നും അറിയില്ല, പക്ഷെ എന്താ പറയാ, വളരെ നന്ദി. ഞങ്ങളെല്ലാം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മസാല ദോശൻ്റെ ടേസ്റ്റ് അടിപൊളി. എന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ താഴെയുള്ളൊരു ചെറിയ കുട്ടി ഷോപ്പിൽ നിന്നാണ് ഇവരിത് വാങ്ങിച്ചിട്ടുണ്ട്. മോൾക്ക് ഒരു കുഞ്ഞു ബേബി ഉണ്ടല്ലോ അവരെ കൂടെ, മോൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾ കൈയിട്ട് വാരി തിന്ന് തീർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യുക, സ്നേഹത്തോടെ ഇങ്ങനെ വെച്ച് നീട്ടി വിളിക്കുമ്പോൾ എങ്ങനെ നമ്മൾ വേണ്ടാന്ന് പറയും അല്ലേ? അങ്ങനെ ഗായുവിൻ്റെ അടുത്തും ഷേമൻ്റെ അടുത്തും ഞങ്ങൾ ഇറങ്ങിയതാ നേരെ അടുത്ത ടീംസിൻ്റെ അടുത്ത് പോയി. ഞങ്ങൾ പിന്നെ ഈ ഒരു റൈസും ഈ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കഴിക്കാത്തൊരു ഐറ്റം, ഞങ്ങളിത് വാങ്ങി. ഞങ്ങൾ 3 പേരും കൂടി ഇത് വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഷെയർ ചെയ്ത് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരുപാട് ആൾക്കാരായിരുന്നു കുറേ കഴിച്ചുകൊണ്ട് അത്യാവശ്യം വയറ് ഫില്ല് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിത് 2 എണ്ണം വാങ്ങിയിട്ട് 3 പേര് ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പം അധികം നമുക്ക് എക്സ്പെൻസ് ആയതുമില്ല, എന്നാൽ വയറ് നന്നായിട്ട് ഫില്ല് ആവുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് വിട്ടാൽ നേരെ ഇനിയിപ്പോൾ എയർപോർട്ടിലേക്കല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും ടൈം കിട്ടിയില്ലെങ്കിലോ അത് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വീണ്ടും ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടോ. ഇവിടെ ഇങ്ങനെ ഇതിലൂടെ സിറ്റിയിൽ ഇങ്ങനെ നടക്കണം, നല്ല രസമാട്ടോ. കാരണം നമ്മളെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ ആരുമില്ല. നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും എങ്ങനെ നടന്നാലും ഡാൻസ് കളിച്ച് നടന്നാലും പാട്ട് പാടി നടന്നാലും എന്ത് വാങ്ങിയാലും എന്ത് കഴിച്ചാലും എങ്ങോട്ട് പോയാലും ആരും ചോദിക്കാനും ഇല്ല. നമുക്കൊരു ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മറ്റേ നമ്മളെ നാട്ടിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇട്ട് നടന്നാൽ 4 ആൾ നോക്കിക്കൊണ്ടേ നിൽക്കും. പക്ഷെ ഇവിടെ അവനവൻ്റെ കാര്യം നോക്കിയിട്ട് അങ്ങനെ നടക്കാം. പിന്നെ ഭയങ്കരമായിട്ട് പരസ്പര റെസ്പെക്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരെ പോലെ ഫീൽ ചെയ്തു എനിക്ക്. കാരണം നമ്മൾ ജസ്റ്റ് പാസ് ചെയ്യുമ്പോഴൊക്കെ ആളുകൾ മര്യാദയിൽ മാറി നിന്ന് തരുന്നതും നമ്മളെ റെസ്പെക്റ്റോട് കൂടി മാത്രമേ വിളിച്ച് സംസാരിച്ച് അങ്ങനത്തെ ഒക്കെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ചൈന മാർക്കറ്റിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ മെയിനായിട്ട് അവിടെ പോകേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ പർച്ചേസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് ലഗേജ് ലിമിറ്റഡ് ആയതുകൊണ്ടും പിന്നെ നമുക്ക് എക്സ്ട്രാ ലഗേജ് വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് ലഗേജൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ അതിനൊന്നും ആദ്യം വിചാരിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ടെന്തെങ്കിലും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം എന്ന് വിചാരിച്ച് നമ്മൾ കുറേ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രീറ്റിൽ നിന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഈ ഒരു ട്രിപ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ, നമുക്ക് ഒരുപാട് നല്ല നല്ല പിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. അടിപൊളിയായിട്ട് നല്ല ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള ഫോട്ടോഗ്രാഫർ.
അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആസ്വദിച്ച് കണ്ട് നടന്നു. നമുക്ക് തിരിച്ച് ബസ്സിൽ കയറാനുള്ള ടൈമായിട്ടോ. നമ്മൾ നേരെ തിരിച്ച് സെൻട്രൽ മാർക്കറ്റിൻ്റെ അവിടെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്ന് ചിരിച്ച് കളിച്ച് നമ്മൾ ലാസ്റ്റ് ഡേ ആണല്ലോ, കുറച്ച് ഷോ ഒക്കെ കാണിക്കാം. ഇനിയിപ്പോൾ നേരെ നാട്ടിൽ പോയാലും മലേഷ്യത്തെ വൈബ് മലേഷ്യ നിന്നല്ലേ കിട്ടുള്ളൂ. ഇവിടെ നിന്നുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് പിന്നീട് ഭാവിയിൽ ഇങ്ങനെ എടുത്ത് നോക്കാമല്ലോ. നമ്മൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ പോയതും നമ്മൾ കണ്ടതും ഒക്കെ മാക്സിമം കവർ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ ബസ്സിൽ തിരിച്ച് കയറി. നമ്മൾ അന്താക്ഷരിയൊക്കെ കളിച്ച് നല്ല അടിപൊളിയായിട്ടോ കേട്ടോ ബസ്സിൽ നിന്ന് നമ്മൾ ചിരിച്ച് കളിച്ചാൽ പോയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ട്രിപ്പ് അവസാനിക്കാൻ പോകണല്ലോ. ഇനി ഇവിടുന്ന് നേരെ എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറി നാട്ടിൽ പോവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുന്ന് ഒരു സ്ഥലം കൂടെ നമ്മൾ കവർ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത് പുത്രജയ മോസ്ക്. ഈ ഒരു മോസ്ക് നമുക്ക് കവർ ചെയ്യാനുണ്ട്. നമ്മൾ അവിടെ ഇറങ്ങി നമ്മൾ അവിടെ നിന്നും ജസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചു. നല്ല ഫോട്ടോ സ്പേസ് ഉണ്ടായിരുന്നിട്ട് അവിടെ നമ്മൾ നൈസായിട്ട് വേഗം വാഷ്റൂമിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെ കയ്യിൽ നമ്മൾ കൊണ്ടുപോയ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സ് ബാക്കിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് ഇതിൽ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നല്ല വെയിലാട്ടോ. ഭയങ്കര വെയിൽ പറഞ്ഞാൽ ഭയങ്കര വെയിൽ, പൊരിഞ്ഞു പോവുക മനുഷ്യൻ, അത്രയും വെയിൽ. അങ്ങനെ നമ്മൾ ഇതാണ് അതിൻ്റെ ഒരു കവാടൊക്കെ കിട്ടും. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് നല്ല അടിപൊളി പിക്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു കാമായിട്ടുള്ള സ്ഥലം. പക്ഷെ ഭയങ്കര ചൂട് എന്നുള്ളത് ചോദിച്ചാൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. അധികം ടൂറിസ്റ്റ് ആൾക്കാർ മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതിന് കുറേ ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എന്നതുകൊണ്ടും ഇപ്പോൾ അത്യാവശ്യം വീഡിയോ ലെങ്തി ആയതുകൊണ്ടും അതൊന്നും കൂടുതൽ പറയണില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോയി. അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് നമ്മളിടുന്ന ഡ്രസ്സൊന്നും കുഴപ്പമില്ല. ഈ ഷോർട്ട്സും പോലത്തെ അതായത് കൈയില്ലാത്ത ഇറക്കമില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ട ആൾക്കാർക്ക് അങ്ങനെ അങ്ങോട്ട് ആ മോസ്കിൻ്റെ ഉള്ളിൽ കയറി പോകാനൊന്നും പറ്റില്ല. ഇവിടെ കാണുന്ന ഈ ഒരു മെറൂൺ കളർ ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ ഒരു അബായ പോലത്തെ ഈ ഒരു ഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് തരും. നമ്മൾ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവിടെ പോവുക, അത് വാങ്ങുക, ഇടുക, എന്നിട്ട് ആ മോസ്കിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മളെന്തായാലും കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഡ്രസ്സിലുള്ള നല്ല പിക്സ് കിട്ടാൻ വേണ്ടിയിട്ടും മാത്രം നമ്മളവിടെ പോയിട്ട് അവരെ ആ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ആ ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടുന്ന കൗണ്ടർ. നമ്മളും അവിടെ നിന്നിട്ട് നമ്മളെ കൂടെയുള്ള എല്ലാ ആൾക്കാരും അവിടെ വരി നിന്നിട്ട് ആ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ വെയർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഫ്രണ്ട്സൊക്കെ ഇതാ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നട്ടുച്ച പൊട്ടാപ്പൊരി വെയിൽ. അവിടെ നമുക്ക് ചെരുപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് കയറാനും പറ്റൂല, നല്ല വെയിലാണ്. ഇതാ ചെരുപ്പുകൾ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാങ് ചെയ്യല്ല, നമുക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ സ്റ്റോറേജ് സ്പേസസും അതിനൊക്കെ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് വന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതിനുള്ളിലോട്ട് കയറി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഒക്കെ നല്ല നല്ല മൊസൈക്ക് ഇട്ട സ്ഥലം. അയ്യോ കാല് തമ്പൂരി, അയ്യോ ക്ഷേമം.有看到吗？上面有神像崇拜了，有没有？没有任何东西，一定朝向西方。所有的清真寺建立大门口就一定是。来拍一张。来，一起拍。拍它的建筑啦，拍得很特别啊。这个
അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇതാണ് ഞങ്ങളെ മലേഷ്യൻ ട്രിപ്പിലെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ടുള്ളത്, ഈ ഒരു മസ്ജിദ്. അങ്ങനെ ഇതോടുകൂടി നമ്മളെ ട്രിപ്പ് ഇതാ ഇവിടെ അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ ഈ ഒരു പുത്രജയ മസ്കിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളെ ബസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പോണ വഴിയിലാണ് ഞാൻ ഈ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നമ്മളൊരു പ്രധാനപ്പെട്ട ആളെ പരിചയപ്പെടും. ഇതാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങളുടെ സാരഥി ആയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബസ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു. കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടില്ല. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലെത്തി. ലഗേജൊക്കെ വണ്ടിയിൽ നിന്ന് ബസ്സിൽ നിന്ന് ഇറക്കി ഞങ്ങൾ എയർപോർട്ടിലെത്തി ബോർഡിങ്ങിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പ്ലാൻ ചെയ്ത പോലെ എല്ലാതും ഫോട്ടോസായാലും വീഡിയോസായാലും എല്ലാം ചെയ്യാനും എല്ലാതും ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു സന്തോഷത്തിലിതാ നമ്മളിതാ തിരിച്ച് നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി. ഫ്ലൈറ്റിൽ നിന്നുള്ള നമ്മളുടെ മലേഷ്യൻ്റെ ഒരു വ്യൂ ആണിത്. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നതും. പക്ഷേ കൊച്ചിയിൽ നിന്ന് കൊലാലംപൂർക്കുള്ള ആ ഒരു ഫ്ലൈറ്റിൽ എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ച് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റിൽ എനിക്ക് മിഡിൽ സീറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഫ്ലൈറ്റിൽ ആൾ കുറവായിരുന്നു, കുറേ സീറ്റൊക്കെ അവിടെ ഇവിടെ ഒഴിവുണ്ടായതിനെ കൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ മാറിയത്. ഞാനൊരു വിൻഡോ സീറ്റിലൊക്കെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കാഴ്ചകൾ രാത്രിയാണെങ്കിലും രാത്രിയുടെ കാഴ്ചകൾ കാണാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചത് നാട്ടിൽ കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ലാൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഞാനെടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. അങ്ങനെ ഇതാ നമ്മൾ 4-5-6 ദിവസത്തെ ട്രിപ്പിന് ശേഷം നമ്മളിതാ അടിപൊളിയായിട്ട് നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ക്ലോസ്.